എന്താ ബാബു, എന്താ ഉണ്ടായത്? കാര്യത്തിന്റെ ഗൗരവം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി എന്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ബാബു ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ പോരാ, യുക്തിയും കൂടി ഉപയോഗിക്കണം. സാർ വിനി, അവളൊരു പെൺകുട്ടിയാണ്. അവളുടെ അഭിപ്രായങ്ങൾക്ക് ആ വിലയെ കൽപ്പിക്കാവൂ. പ്രേമവിവാഹത്തിന് ഞാൻ എതിരല്ല. പക്ഷേ നിന്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ അമ്മാവൻ ഈ ബന്ധത്തെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് മാത്യൂസിനെ അറിയില്ല. അയാൾ ഒരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ല. എനിക്കൊന്നും അറിഞ്ഞൂടെ സാർ. ഞാൻ സാറിനോട് എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമോ? സാർ വേണ്ട, സമയം വളരെയായി. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. വരൂ. എന്നാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ധൈര്യമേ പഴയ കാലമൊന്നും അല്ല. ദേ, അവരിവിടെയാണെന്ന് മാത്യൂസ് അറിഞ്ഞാൽ മോശമല്ല. പിന്നെ എങ്ങനെയാ? അതിനർത്ഥരാത്രി അവരെ ഇവിടെ ഇറക്കി വിടണോ? നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. പിന്നെ അവരെ ഇവിടെ തന്നെ താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്കിഷ്ടക്കേടുണ്ടായിട്ടൊന്നുമല്ല. ആ മാത്യൂസ് അറിഞ്ഞാൽ അയാളുടെ പ്രകൃതം അറിയാമല്ലോ. നീ ആ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ തന്നെ നമുക്ക് വേറൊരു വീട് കണ്ടുപിടിക്കണം. ഡാഡി അറിഞ്ഞാൽ അങ്കിളിനാ മോശം. 2-3 മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് ആയി കൊടുക്കേണ്ടി വരും അല്ലേ? നമുക്ക് ഈ വള വിൽക്കാം. അത് മോശമല്ലേ? അതിനെന്താ വിനയ്, എന്ന് നനഞ്ഞ ഇഡലി എന്നെ താത്ത. നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരാനേ നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവാ. അതിന് ഞാൻ പറഞ്ഞല്ലോ വേണ്ടാന്ന്. ഇനി അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. എനിക്കും ഉണ്ടല്ലോ ഒരു സൈക്കിൾ. അതിൽ കൊണ്ടുവന്ന് കാറടിക്കാൻ ഒരു പെണ്ണിനും തോന്നിയില്ലല്ലോ. നീ വാചടിക്കാതിരുന്ന് കഴിക്ക്. ഇന്നെന്താ ഇഡ്ഡലിക്ക് സാമ്പാറില്ലേ, മുളക് പൊടിയില്ലേ? ഇങ്ങനെ ഓരോ വിധമായിട്ട് വേണമെങ്കിലേ ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്ന് നിർത്തണം. ഇന്നലെ ഒരുത്തി വന്നിരുന്നല്ലോ, എന്താ അവളെ നിർത്താഞ്ഞത്? കൊള്ളാം. അവളുടെ ഡിമാൻഡ് കേട്ടാലേ കുറെ നിർത്തും. എന്താ ഡിമാൻഡ്? അവൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ സിനിമയ്ക്ക് പോണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ സിനിമയ്ക്ക് പോകാറില്ല എന്ന്. അപ്പൊ അവള് പറയണേ, കൊച്ചമ്മ വരണമെന്നില്ല, ഞാനും സാറും കൂടെ പൊയ്ക്കോളാന്ന്. അവൾ ഉദ്ദേശിച്ചത് എന്നെ ആയിരിക്കും താത്ത.